ഹലോ സ്റ്റുഡൻസ്, നൈസ് ടു മീറ്റ് യു ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സാമുമായി റിലേറ്റഡ് ആയ കുറച്ച് കാര്യങ്ങളാണ്. എസ്പെഷ്യലി ബേസ്ഡ് ഓൺ സം ഓഫ് ദി സബ്ജക്ട് ജസ്റ്റ് ലൈക്ക് ജിയോഗ്രഫി ആൻഡ് എക്കണോമിക്സ്. ഈ രണ്ട് ടെക്സ്റ്റ് ബുക്കിലും ഒരുപാട് കമ്പാരിസൺ, അനലൈസ് തുടങ്ങിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ എക്സാമുമായിട്ട് ഇരിക്കുന്ന സമയത്ത്, ഏതാണ്ട് നമ്മളുടെ റിവിഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് we have to find out some important such questions and the different methods in which all these questions have asked in previous question papers. So we can go through some of the portions. Okay. എക്സാമിന് വേണ്ടി നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ നമുക്ക് തരുന്ന ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും റെഫർ ചെയ്യുമ്പോൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇതൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ നമ്മുടെ നോട്ട്ബുക്കിലൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. പക്ഷേ ഇതല്ലാതെ തന്നെ ഒരു ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിൽ ചോദിക്കുന്ന ഒരു മെത്തേഡാണ് CBSEക്കുള്ളത്. നമുക്കറിയാവുന്ന കണ്ടൻ്റാണ്, നമുക്കറിയാവുന്ന ആൻസറാണ്. പക്ഷേ അത് ഒരുപാട് രീതിയിൽ ആ ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ നമ്മളൊരു തരത്തിലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമുക്കിന്ന് നോക്കാനുള്ളത്. CBSE ഈ വർഷം നമുക്ക് ഒരുപാട് ലെസൺസ് ഡിലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മുടെ കോവിഡ് കാരണവും ബാക്കിയുള്ള പ്രയാസങ്ങളും ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആകുമ്പോഴുള്ള പ്രയാസം കാരണം ഒരുപാട് ലെസൺസ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് പഠിക്കണ്ട എന്ന് പറഞ്ഞ് നമുക്ക് ഡിലീറ്റഡ് ആണ്. സോ വി നീഡ് ടു കെയർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അബൌട്ട് ദി പോർഷൻസ് ദാറ്റ് വി ഹാവ് ഓൾറെഡി സ്റ്റഡിഡ്, ബിക്കോസ് 20 mark each will be there from each textbook. That is history 20, geography, politics and economics also 20 each. So 80 mark will be there in total. So from the available lessons that is already given for us to study in this year, maximum questions will come out. So reading textbook, each and every lines, each and every paragraphs, columns, boxes, diagrams etc. are very important. So let us go through some important portions. നമ്മൾ ജോഗ്രഫിയിലെ ഫസ്റ്റ് ലെസൺ പഠിക്കുമ്പോൾ, ദാറ്റ് ഈസ് ഡെവലപ്മെൻറ്റ് ആൻഡ് റിസോഴ്സ് എന്ന് പറയുന്ന ലെസൺ നമ്മൾ പഠിക്കുന്ന സമയത്ത് we have classified the different resources into many classifications, and we have studied that classifications are justly made on the base of development, status or ownership etc. So we are going to discuss such a question. See, here is a question that is classify resources on the base of ownership. That we have an idea about the lesson and also we know the topic. But the different ways in which that question asked are classify resources on the base of ownership by giving examples, or classify resources on the base of ownership, mention any 3 important features of each, provide suitable classification for resources on the base of ownership, mention main features of any 3 type of such resources, or what is meant by term resource, list out resources on the base of ownership, or how many type of resources our country has on the base of ownership, give at least one example each. See, all these questions are mainly on one topic, that is on classification on the base of ownership. ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ തന്നെയാണ് പല ടൈപ്പിലായിട്ട് നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിനെല്ലാത്തിനും മാർക്ക് അനുസരിച്ച് 1 മാർക്കാണോ 3 മാർക്കാണോ 4 ആണോ 5 ആണോ എന്നെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത്. എത്രയായാലും നമുക്ക് അതിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് മെയിൻലി 4 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ആർ ദർ ഫോർ റിസോഴ്സസ്, ജസ്റ്റ് ലൈക്ക് classifications on the base of ownership, mainly individual or community owned or national owned or internationally owned. These are the 4 classification, but the type of questions to get this answer is entirely different from one to another. So we know the answer but just need to care the question. Then while we go through the lesson, again we are aware about the planning of resources are very important. Related to this one also we have some different questions from the same topic. Let us go through it. Here is a question: why is it essential to have resource planning? Give 3 reasons. Or resource planning is essential, assess the statement with suitable reasons. Or what is resource planning? Why is it essential? Explain any 2 reasons. Or what is resource planning? Why is the planning of resources are essential? Explain any 2 reasons. Or planning is the widely accepted strategy for judicious use of resources.
in a country like India. Justify the statement with two relevant points and an example. Or resource planning is essential. Analyze the statement. See, only one topic, but types of questions based on that topic is entirely different from one to another. There also we have to identify a term called judicious use of resource is very important for a nation's total development is another question that come once again. So for this question, we need to identify the answers just like whatever problems will be there if the resources are not planned well. It will be accumulated in somebody's hands, it will be depleted, it will be totally exploited by somebody else, and the imbalanced nation's development will happen. These are the answers, but the type of question C entirely different from one to another. So go through the point. Next, while we are going to the lesson agriculture, again we can see such many questions from same topic. Let us find out such one question, that is, give any 3 points of distinctions between primitive subsistence agriculture and commercial agriculture, or compare primitive subsistence farming and commercial farming, or how is subsistence agriculture different from commercial agriculture. Support your answer with 5 suitable points. Here also the topic is subsistence farming and commercial farming, but the method of question is entirely different. So children, you have to find out its correct answers from textbook, because questions need to make us confused, but our duty is to formulate our answers according to the question. Whatever question is, doesn't matter, we know the answer, we studied that chapter, so sometimes we need to modify the answer according to the question from the one that we already have studied. Here is one more such important question from the same lesson, that is about cropping pattern, but the type of question that they asked are differentiate between the two major cropping seasons in India. So the major two cropping seasons are Rabi and Kharif, because the crop is very a small period of time. Then the same question is asked in another time, that is distinguish between Rabi and Kharif cropping season of India with regard to sowing, harvesting and cropping time. Which are the two main cropping seasons in India? Mention their growing and harvesting period, or differentiate between Rabi cropping season and Kharif cropping season by giving example, or name the two major cropping seasons in India. Mention any two features of each cropping season. See, questions are entirely varieties of questions are there. That means same topic. It's about cropping pattern, but they are not mentioning about the name of that cropping patterns in some questions. They are giving a chance for us to identify them. So we must follow the points just like the important features of Rabi crops and a Kharif crop. While we are answering to these type of question, better to make two boxes. One for Rabi crop, another one for Kharif crop. So its answers are so clear, and we can use very small sentences to make or to convey our answer so proper. ഈ തരത്തിലുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ലെസൺ അഗ്രികൾച്ചറിൽ നിന്ന് തന്നെ കാണാം, എസ്പെഷ്യലി അബൌട്ട് ടു ഇമ്പോർട്ടൻറ്റ് ക്രോപ്സ് ലൈക്ക് റൈസ് ആൻഡ് വീറ്റ്. നമുക്കറിയാം അത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മേജർ ടു സ്റ്റാപ്പിൾ ക്രോപ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഓൾസോ അക്രോസ് ദ വേൾഡ്. So related to these 2 points, that is rice and wheat, lots of questions with similar content will be there. I will give you some such examples. Compare the geographical conditions required for the two major cereal crops in India, rice and wheat. Give one major area where they are grown. Or which is the second most important cereal crop cultivated in India? In which region it is growing? Explain the growing conditions for the same. Or describe the geographical conditions required for the cultivation of wheat in India. Or wheat and rice farming in India is fairly different from each other. Support the statement with 5 suitable examples. Or describe 4 geographical conditions required for the growth of wheat.
mention the two major wheat producing zones in India. Or describe the suitable environmental conditions required for the growth of rice in India. Or explain the geographical conditions required for the production of rice. Also mention the major rice producing states of India. Or mention any three geographical conditions required for the cultivation of rice. See, same point, either rice or wheat, but many varieties of questions. We know only small portions need to write here as answers, that is whatever humidity, whatever temperature, whatever rainfall etc. required, which kind of soil is better for the growth of or better growth of these two crops. These are only need to write here as an answer. But see, the question is entirely varieties from one to another. From the last portion of the same chapter, agriculture, one more such variety questions based on one topic is there. That is, describe any 5 steps taken by Government of India to increase the productivity of agriculture in India. Where we have studied about the portions just like institutional and technical assistance from the side of government. Where here we have its answers, but the method of questioning is different. And the same is asked in another style, that explain any 3 institutional reforms introduced by the government in the interest of farmers. Or explain any 4 institutional reform programs introduced by the government in the interest of farmers. Or explain any 4 institutional reforms carried out by the government to improve the agricultural production in India. See, institutional steps taken by the government to promote agriculture throughout India. This is the important content here, but the questions are differ. So we need to go through each and every of the sentences from our textbook because we need to get our maximum mark. So children, നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എത്രയും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണമെന്നാണ്. നമ്മൾ പുതിയൊരു അറ്റ്മോസ്ഫിയറിൽ ഒരു എക്സാം ഹാളിൽ ചെല്ലുക, ഒരു പുതിയൊരു ഇൻവിജിലേറ്റർ നമ്മൾ മുമ്പ് കാണാത്ത ഒരാളുടെ മുമ്പിൽ നമ്മൾ ഇന്ന് എക്സാം എഴുതുക, ഇതൊക്കെ ടെൻസ്ഡ് ആണ്. ഓക്കെ, അതൊക്കെ സംഭവിച്ചു. പക്ഷേ നമ്മൾ ഇത്രയും കാലം പഠിച്ചത് ഈ ലെസൺസ് ആണ് എന്നത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ മറന്നു പോകരുത്. നമ്മൾ ഇത്രയും കാലം പഠിച്ച് നമ്മൾ ഇത്രയും കാലം പ്രാക്ടീസ് ചെയ്ത നമ്മൾ ഒരുപാട് എക്സാമുകൾ എഴുതി നമ്മൾ പെർഫെക്റ്റ് ആയിട്ടിരിക്കുമ്പോൾ ഏത് തരത്തിൽ നമ്മുടെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും അതിനെ ക്വസ്റ്റ്യൻ്റെ രീതിയിലേക്ക് നമ്മുടെ ആൻസറിനെ മാറ്റാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ഈ റിവിഷൻ ടൈമിൽ നേടിയെടുക്കണം. അത്ര മാത്രം ചെയ്ത് കഴിഞ്ഞാൽ മതി. നമുക്ക് ഒരുപാടൊന്നും പഠിക്കാനില്ല. ബിക്കോസ് ഓൾറെഡി ലെസൺസ് ആർ ഓൾറെഡി ഡിലീറ്റഡ് എ ലോട്ട്. സോ ദ റിമൈനിങ് ലെസൺസ് ഓൺലി നീഡ് ടു മേക്ക് ഷുവർ ഇൻ അവർ ഓൺ ഹാൻഡ്. സോ all the best, study well, have your high score. Thank you, all the best.